തുടക്കമായി തന്നെ നമുക്ക് കരുതാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം സംസ്ഥാനത്ത് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ്. പ്രതിപക്ഷ സർവീസ് സംഘടനകളും CPIയുടെ ജോയിന്റ് കൌൺസിലുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. പണിമുടക്കിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാനാണ് സാധ്യത. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ജോയിന്റ് കൌൺസിലിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കിൽ ചേരുന്നുണ്ട്. ജയചന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. ജയചന്ദ്രൻ, ഇന്നിപ്പോ സർക്കാരിനെതിരെ സർക്കാരിന്റെ തന്നെ ഭാഗമായ ഒരു ഘടകകക്ഷിയിൽപ്പെട്ട CPIയുടെ ബന്ധപ്പെട്ട ഒരു സർവീസ് സംഘടനയാണ് സമരത്തിന് ഇറങ്ങുന്നത്. അതൊരു രാഷ്ട്രീയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ ജയചന്ദ്രൻ കല്ലിങ്കിൽ? ഇല്ല, നമ്മുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണല്ലോ. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന വിഷയങ്ങളൊക്കെ ഇടതുപക്ഷം എന്നും എപ്പോഴും രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു കുറവ് വന്നാലും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സമരസമിതിക്ക്, അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്കുണ്ട്. ആ ചുമതലയാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. പക്ഷേ NGO യൂണിയൻ അടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ജോയിന്റ് കൌൺസിലിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? NGO യൂണിയനൊക്കെ നിങ്ങളെ തള്ളി പറയുന്നുണ്ട്. NGO യൂണിയൻ പങ്കെടുക്കാത്തത് കൊണ്ട് NGO യൂണിയൻ പങ്കെടുക്കാത്തത് കൊണ്ട് രാഷ്ട്രീയ വ്യക്തത ഇല്ലായ്മ ഉണ്ടാവില്ലല്ലോ. അവർ മാത്രമല്ലല്ലോ രാഷ്ട്രീയമുള്ളവർ. അവരുടെ രാഷ്ട്രീയത്തിനകത്ത് കേൾക്കാമോ? കേൾക്കാം ജയചന്ദ്രൻ. അവരുടെ രാഷ്ട്രീയത്തിനകത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പുനഃപരിശോധിക്കണം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് ഏറ്റവും അധികം ഒന്നിച്ചു പോരാട്ടം നടത്തിയവരാണ് NGO യൂണിയനും ജോയിന്റ് കൌൺസിലും സമരസമിതി FST ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇന്നിപ്പോ പണിമുടക്കത്തിന് എതിരെ നിൽക്കുന്ന സംഘടനകൾ ആർക്കെയാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. BJPയുടെ NGO സംഘം NGO യൂണിയനുമാണ്. ബാക്കിയുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി പണിമുടക്കാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ആഗസ്റ്റ് 10-11 തീയതികളിൽ, ഡിസംബർ 10-11 തീയതികളിൽ തിരുവനന്തപുരത്ത് നടന്നിയ നമുക്കറിയാമല്ലോ, ഹൈക്കോടതിയിൽ വരെ വലിയ കേസൊക്കെ ആകേണ്ടി വന്ന ആ പ്രശ്നത്തിനകത്ത് നമ്മളാണെന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ആ പണിമുടക്കത്തിന്റെ കൂടെ മറ്റു ചിലരും വന്നു. ഞങ്ങൾ ചെയ്തു. എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായ തൊഴിലാളി സംഘടനകളും സംയുക്തമായിട്ട് വേണമായിരുന്നു ആ സമരത്തിൽ. സർവീസ് സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്ന് വേണമായിരുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള ആ തീരുമാനത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താനല്ലേ? അതിനകത്ത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, PFRDA എന്ന് പറയുന്ന പ്രശ്നം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ തടസ്സമല്ല. പുനഃപരിശോധനാ സമിതി റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി നിയമപരമായ ഒരു ബാധ്യതയും ഒരു തടസ്സവും ഗവൺമെന്റിനില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആലോചിക്കണം, നാളെയോ മറ്റന്നാളാണെന്ന് തോന്നുന്നു KSEBയിൽ പുതിയൊരു സമരം ആരംഭിക്കുകയാണ്. അവിടെ INTUCയും ATUCയും CIT ഉൾപ്പെടെയാണ് ആ സമരം ചെയ്യുന്നത്. അതായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയം മറന്നൊറ്റക്കെട്ടായി സർവീസ് സംഘടനകൾ രംഗത്തിറങ്ങണം അല്ലേ? അതാണ് രാഷ്ട്രീയമല്ല ഇവിടത്തെ രാഷ്ട്രീയമല്ല, നമ്മൾ എപ്പോഴും ഉയർത്തിക്കൊടുന്ന വർഗങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണല്ലോ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. അല്ലാതെ അധികാര രാഷ്ട്രീയമല്ലല്ലോ. ഇവിടെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വാഗ്ദാനം പാഴായി എന്ന് ജയചന്ദ്രന് തോന്നുന്നുണ്ടോ? അതായത് ഇടതുപക്ഷ സർക്കാർ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നും ഒക്കെയുള്ള തീരുമാനം ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊരു വീഴ്ച വന്നു എന്ന് കരുതുന്നുണ്ടോ ജയചന്ദ്രൻ? ഉണ്ടല്ലോ, സ്വാഭാവികമാണല്ലോ. അത് നമ്മൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി 2016 നൽകിയ വാഗ്ദാനമാണ്. അന്ന് പ്രകടനപത്രത്തിൽ പറഞ്ഞ വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കാൻ അമാന്തം കാണിച്ചപ്പോൾ നമുക്ക് നിരന്തരമായി സമരം ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ വരെ പോയത് ഓർമ്മയുണ്ടാവുമല്ലോ. പുനഃപരിശോധനാ സമിതി റിപ്പോർട്ട് വാങ്ങാൻ ഞാനാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നത്. ആ കേസ് കൊടുത്താണ് പുനഃപരിശോധനാ സമിതി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരേണ്ടി വന്നത്. ആ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി തന്നെ 2040 മാത്രമേ സർക്കാരിന് എന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യം ഇതുപോലെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പണം ജീവനക്കാരിൽ നിന്ന് എടുക്കുന്ന പണം മറ്റ് സംസ്ഥാനങ്ങൾ പിൻവലിച്ചതുകൊണ്ടാണ്. ഈ പദ്ധതിയുടെ പരാജയം തിരിച്ചറിഞ്ഞിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഇവിടെയും ഗവൺമെന്റ് പിൻവലിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പിൻവലിക്കാൻ കൃത്യമായ ഇടപെടലുകൾ പ്രിയപ്പെട്ട ധനാര്യ മുഖ്യമന്ത്രി ചെയ്തു. പക്ഷേ തുടർ പരിപാടികൾ സ്വീകരിക്കുന്നതിനകത്ത് പതുക്കെ പിന്നോക്കം പോയി. ഒരു കൊല്ലം കഴിഞ്ഞു. നമ്മൾ എത്ര കാലം കൊണ്ട് സമരം ചെയ്യുന്നു, എത്ര കാലം കൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടത്തി. ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്ക് അവസാനത്തെ മാർഗമാണ്. ഒരു ദിവസം സൂചനയെങ്കിലും നടത്താതിരുന്നാൽ പിന്നെ ആ ചരിത്രം നമ്മളോട് ചോദിക്കില്ലേ, അടുത്ത തലമുറ നമ്മളോട് ചോദിക്കില്ലേ, നിങ്ങളൊക്കെ സംഘടനയുടെ തലപ്പത്ത് നേതാക്കന്മാരായിരുന്നു, സംഘടനാ പ്രവർത്തകരായിരുന്നില്ലേ ജയചന്ദ്രൻ? കാരണം ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ഉള്ളതും ഈ ഒരു സർവീസ് സംഘടന NGO യൂണിയൻ ആണല്ലോ. അല്ല, പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടിൽ
അവർക്ക് PFRDA കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കാം എന്നൊരു നിലപാടുണ്ടായിട്ടാണ് അവരുടെ പലപ്പോഴും നോട്ടീസുകളിലൊക്കെ നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് ഒത്തുചേരാൻ കഴിയാത്തത്. PFRDA എന്ന് പറയുന്നത് ഒരു വിശാലമായ അതോറിറ്റിയാണ്. അത് ഈ പങ്കാളിത്ത പെൻഷനുമായി കൂട്ടിക്കെട്ടി മുന്നോട്ട് പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾക്ക് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കാൻ കഴിയും എന്നുറപ്പാണ്. ഇത് ഈ ഒറ്റ വിഷയം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്? നിങ്ങളുടെ DA കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങളുമില്ലേ? ശമ്പള പരിഷ്കരണം അടക്കം? അല്ല DA കുടിശ്ശിക അല്ലല്ല DA കുടിശ്ശിക വളരെ വളരെ വലിയ പ്രയാസത്തിലേക്ക് പോവില്ലേ? സാധാരണക്കാരായ ജീവനക്കാർക്ക് കൃത്യമായ നിശ്ചിതമായ വരുമാനം കിട്ടുന്നവർക്ക് അവരുടെ 5-1 ശമ്പളമാണ് കുറഞ്ഞിരിക്കുന്നത്. ക്ഷാമത്തെ ഞങ്ങളാരും ചോദിച്ചതല്ല, ഡിയർ അലോസ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതല്ല, ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. അത് വിലക്കയറ്റത്തിന്റെയും പണപ്പെരുപ്പത്തിന്റെയും കണക്ക് നോക്കി ഗവൺമെന്റ് ഏജൻസികൾ കൃത്യമായി നിശ്ചയിക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല ഗുണപ്പെടുന്നത്, അത് പൊതുസമൂഹത്തിലെ വേതനഘടനയെ ആകെ ബാധിക്കുന്നതാണ്. എല്ലാ മേഖലയിലെയും വേതനഘടന നിശ്ചയിക്കുന്നതിനകത്ത് മാതൃകാ തൊഴിലുടമയായ സർക്കാർ നിശ്ചയിക്കുന്ന വേതനത്തിന് വലിയ പങ്കുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചോദിക്കാതിരിക്കുന്നത് ജീവനക്കാരോട് മാത്രമല്ല പൊതുവിലൊരു വലിയ വിഷയമായി മാറും. തൊഴിലാളികളോട് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരോട് സർക്കാർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളും ഉറപ്പുകളും ലംഘിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ആക്ഷേപം? ആണ്. ഇത്രയും കാലം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുകൾ സ്വീകരിച്ച നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ള വലിയ വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിന് പറയുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായൊരു പിന്തുണ ഉണ്ടല്ലോ. നമ്മൾ അതിനകത്ത് വളരെ രാഷ്ട്രീയപരമായ പിന്തുണ ഞങ്ങൾ കൃത്യമായി എഴുതി നൽകിയിട്ടുണ്ട്. അവർ പിന്തുണ സ്വാഭാവികമായ പിന്തുണ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാവില്ല. പങ്കാളിത്ത പെൻഷൻ വിഷയത്തിനകത്ത് CPIയുടെ നിലപാട്, ATUCയുടെ നിലപാട് പിൻവലിക്കണമെന്ന് തന്നെയാണ്. അതൊരു കോർപ്പറേറ്റ് അജണ്ട ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് വലതുപക്ഷ സമീപനങ്ങൾക്കെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായി ഇത്തരം വിഷയങ്ങൾ, തൊഴിലാളികൾക്കുള്ള ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനകത്ത് വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അത് സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളെയും എല്ലാവരെയും പരിഗണിക്കുന്നത് പോലെ തൊഴിലാളികളെയും പരിഗണിക്കണമെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. NG യൂണിയൻ പങ്കെടുക്കാതിരുന്നാൽ സമരം പൊളിയോ ജയചന്ദ്രൻ? അതുകൊണ്ട് തന്നെ ഇല്ല, നമ്മളങ്ങനെ സമരത്തിന്റെ വിജയത്തിന്റെയും പരാജയത്തെ നമ്മളാരെയും തോൽപ്പിക്കാനല്ല, അങ്ങനെ സർക്കാരിനോ വേറെ ആരെങ്കിലും അങ്ങനെ തോന്നലുണ്ടെങ്കിൽ തെറ്റാണ്. ഞങ്ങളുടെ മെമ്പർമാരുടെ പണിമുടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരാളെയും നിർബന്ധിച്ച് തടയുകയോ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളോടാണ് ഇന്നലെ പല ഓഫീസിലും ഞങ്ങളുടെ നമ്മൾ കൊടുത്ത നോട്ടീസുകൾ പോയി രണ്ടാമത് എടുത്തു മാറ്റി. നമ്മൾ ആശയ പ്രചരണത്തിന് എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ട്രഷറി ഓഫീസിൽ ആണാണല്ലോ സംശയം വന്നിരിക്കുന്നത്. വീടുകളിൽ ചെന്ന് പറയുന്നുണ്ട്, ബന്ധുക്കളെ, മറ്റു ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ബന്ധുക്കളെ വിളിച്ച് പറയുന്നുണ്ട്, പല രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് സമരത്തെ പൊളിക്കാൻ. എന്നാലും അഭിമാനമുള്ള ജീവനക്കാർ ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കും. അത് ഏതെങ്കിലും സെക്രട്ടറി ജോയിന്റ് കൗൺസിലിന് വേണ്ടിയോ സമരസമിതിക്കോ വേണ്ടിയല്ല. പക്ഷേ ഇത് നമ്മുടെ ഈ സർവീസ് നിലനിൽക്കാൻ വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, പൊതു സർവീസ് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലെ സിവിൽ സർവീസിന്റെ ഗതികേട് എന്താണെന്ന്. അവിടെ അരാജകത്വമാണ്, ഭരണ സംവിധാനം മുഴുവൻ അരാജകത്വമാണ്. അറിയാമായിരിക്കുമല്ലോ മറ്റു സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. സ്റ്റാറ്റ്യൂട്ടറി ആയ ഭരണ സംവിധാനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ അഴിമതിയുടെ തോത് എത്ര പറ്റി? 100 രൂപ ചെലവഴിച്ചാൽ 10 രൂപ പോലും ജനങ്ങൾക്ക് കിട്ടില്ല. ബാക്കിയുള്ള ഇടനിലക്കാർ കൊള്ളയടിക്കും. ഇതിനകത്ത് അഴിമതി ഇല്ല എന്ന് പറയുന്നില്ല, അഴിമതി ഉണ്ട്. പക്ഷെ താരതമ്യേന കേരളത്തിൽ അഴിമതി കുറഞ്ഞത് ഒരു സുരക്ഷിതമായ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. അതിന് ദുർബലപ്പെടുത്തരുത്. ഓക്കെ, താങ്ക് യു ജയചന്ദ്രൻ. എന്തായാലും നിങ്ങളുടെ സമരം നടക്കട്ടെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു ശ്രീ ജയചന്ദ്രൻ ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർത്തത്. കല്ലിങ്കൽ